നമുക്കാരംഭിക്കാം. പഞ്ചമസ്കന്ധം 1-ാം അധ്യായം 6-ാമത്തെ ശ്ലോകമല്ലേ? അതെ സർ. പഞ്ചമസ്കന്ധം അധ്യായം 3 ശ്ലോകം 6. പരിജനാനുരാഗ വിഭജിത സകല തന്നില്ല കണ്ട തകവൽ രൂപത്തെ ചിന്തിക്കുക. സന്താനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അപത്യകാമനായ നാഭിനീതു ദേവിയോടൊപ്പം യജ്ഞം ചെയ്തു. ആ യജ്ഞത്തെ കുറിച്ച് വർദ്ധിച്ചു. ആ യജ്ഞത്തിൽ ഭഗവത് സ്വരൂപം പ്രത്യക്ഷമായി. ആ പ്രത്യക്ഷമായ ഭഗവത് സ്വരൂപത്തെ ഉദ്ദേശിക്കുകയാണ്. 4-5 ശ്ലോകത്തെ അവരുടെ പ്രിയ അടുത്ത പാഠ്യം. പരിജന അനുരാഗം, പരിജനങ്ങളോടുള്ള അല്ല പ്രത്യജനങ്ങളോടുള്ള സ്നേഹം. അതുകൊണ്ട് ചിരഹിതം ഉണ്ടാക്കിയ ശബള വംശബ്ദ പല്ലിന്റെ പിത്ത കിക്കലയ തുളസിക ദൂർവാങ്കുരൈരവി. ശബള സംശബ്ദ ശബളിനെയാർന്ന വൈവിധ്യമാർന്ന അക്ഷരങ്ങളോടുകൂടിയ ഇടറി വരുന്ന ഉരിവചനങ്ങളുടെ ശബ്ദം. സംശബ്ദ ശബള സംശബ്ദം ശബളിമയാർന്ന പല വർണ്ണങ്ങളുള്ളതാണ്. പല അക്ഷരങ്ങളോട് കൂടി ചേർന്ന് നല്ല മനോഹരമായ ശബ്ദത്തിൽ കൂടി ഉദിച്ച ശബ്ദങ്ങളോട് കൂടിയ ഉദ്വചനങ്ങളുടെ ശബ്ദം. ഫലിതം വെള്ളം, പിത്തകിസലയം കോമളമായ തളിരിലകൾ. ഇതത്തിന് വെള്ള എന്നർത്ഥം. ഇത് വെളുപ്പ് നിർമ്മലയുടെ പ്രതീകമാണ്. നിർമ്മലമായ മനോഹരമായ കോമളമായ കിസലയം, തളിയിലകൾ, ജലങ്ങൾ. അങ്കുരം നിഴൽ മുള എന്നർത്ഥം. ദൂർവാങ്കുരം കിസലയം തുളസിക ദൂർവാങ്കുരൈഹതി. ദൂർവാങ്കുരം ദൂർവ കറുകയാണ്. കറുകയിലെ അങ്കുരം മുള. ഇവകളാൽ സമ്പാദിക്കപ്പെട്ട സംസ്കൃതയ ഫതിര്യ കൊണ്ട് പൂജ കണ്ട് ഹേ പരമ പരിതുഷ്ടി അങ്ങ് സന്തോഷിക്കും. ഭൃത്യന്മാർ പരമഭക്തിയോടുകൂടി ചെയ്യുന്ന എല്ലാത്തരം പൂജകളും അങ്ങ് സ്വീകരിക്കുന്നവരാണ്. പരിജന അനുരാഗ വിരചിത സഫല സംശബ്ദം. പരിജനങ്ങളുള്ള അനുരാഗം കൊണ്ട്, ഭക്തജനങ്ങളുള്ള അനുരാഗം കൊണ്ട്, ഭക്തജനങ്ങളുള്ള താല്പര്യം കൊണ്ട് അങ്ങ് അവർ ചെയ്യുന്ന ഏത് സ്തുതികളും സ്വീകരിക്കും. അങ്ങനെയുള്ള കലിതാക്ഷരങ്ങളോട് കൂടിയ സ്തുതിവചനങ്ങളുടെ ശബ്ദം കൊണ്ടും അവര് സമർപ്പിക്കുന്ന വെള്ളം കൊണ്ടോ അല്ലെങ്കിൽ തുളസി കൊണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള കോമളങ്ങളായ അങ്കുരങ്ങൾ കൊണ്ടോ യവ പൂർവ ഏതെങ്കിലും തരത്തിലുള്ള അങ്കുരങ്ങൾ കൊണ്ടോ മുളകൾ കൊണ്ടോ അവര് ചെയ്യുന്ന ജലം, ഇലകൾ, തുളസി, ദൂർവ, യവത്തിന്റെ അങ്കുരം, ഇങ്ങനെ അവർ സമർപ്പിക്കുന്ന ഏത് പൂജാദ്രവ്യങ്ങൾ കൊണ്ടും
അങ്ങ് സന്തോഷിക്കൽ അങ്ങയുടെ സ്വഭാവമാണല്ലോ. ഭക്തന്മാർ എന്തൊക്കെ കൊണ്ട് മുമ്പിൽ കാഴ്ചവെച്ചാലും അത് സന്തോഷിക്കൽ അങ്ങയുടെ സ്വഭാവമാണ്. ഈ യജ്ഞശാലയിൽ ഞങ്ങൾ കരുതി വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്. ഒപ്പം ഇപ്പൊ ഞങ്ങളുടെ സ്തുതിയും ഇതുകൊണ്ട് അങ്ങ് സന്തോഷിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ഉറപ്പാണ്. പരിജന അനുരാഗ വിരചിത ശബള സംശബ്ദ സലില ഹിതകിലയ തുളസിക പൂർവാങ്കുരൈഹി അപി സംഹൃദയ പതയകില പരമ പരിദുഷ്യ. പരിജനാനുരാഗ വിരചിത ശബള സംശബ്ദ സലില ഹിതകിലയ തുളസിക പൂർവാങ്കുരൈരപി സംഹൃദയ പതയകില പരമ പരിദുഷ്യ. പരിജന അനുരാഗ വിരചിത ശബള സംശബ്ദ സലില ഹിതകിലയ തുളസിക പൂർവാങ്കുരൈരപി സംഹൃദയ പതയകില പരമ പരിദുഷ്യ. ആദ്യം പദങ്ങൾ പ്രത്യേകം എടുത്ത് ഉച്ചരിച്ച് ചൊല്ലി ഉറപ്പിച്ചിട്ട് കൂട്ടി വായിക്കാം, എന്നാലേ ശരിയായിട്ട് കിട്ടും. അഥ അനയാപി നഭവത ഇജ്യോരുഭാരഭരയാ സമുചിതം അർത്ഥമിഹോപരഭാമഹേ. അഥ അനന്തരം അനയാപി ഇതുകൊണ്ടും ഭവത അങ്ങയുടെ ഇജ്ജയ ഒരുഭാരഭരയ ഇജ്ജ കൊണ്ട്, ഇജ്ജ എന്ന് വെച്ചാൽ യജ്ഞം പൂജ എന്നർത്ഥങ്ങളെ, യജ്ഞം കൊണ്ട് പൂജ കൊണ്ട് ഒരുഭാരഭരയ വർദ്ധിച്ച സംഭാരങ്ങൾ കൊണ്ട് പൂർണ്ണമാക്കിയിരിക്കുന്ന, ഒരുഭാരം കൊണ്ട് ഭരയായിരിക്കുന്ന, ഉരുച്ച വർദ്ധിച്ചത്, ഭാരം സംഭാരം, വർദ്ധിച്ച സംഭാരങ്ങൾ കൊണ്ട്, വർദ്ധിച്ച വസ്തുക്കൾ കൊണ്ട്, അവയാൽ ധരിക്കപ്പെടുന്ന ഉണ്ടാക്കപ്പെട്ടതായ സമുചിതം അർത്ഥം, സമുചിതമായ ഈ പ്രയോജനത്തെ ഇഹ ഉപലഭാമഹേ, ഇവിടെ സ്വയം ന ഉപലഭാമഹേ, ഞങ്ങൾ കാണുന്നില്ല അർത്ഥം. ഞങ്ങൾ അനേക സാധനങ്ങൾ സമ്പാദിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന പൂജയ്ക്ക് സമുചിതമായ ഒരു ഫലം എന്തെങ്കിലും ഉണ്ട് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. ഞങ്ങളുടെ പൂജ അങ്ങനെയുള്ള പ്രേമത്തെ സൂചിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ എന്തൊക്കെ കൊണ്ട് പൂജിച്ചാലും അങ്ങേക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമുണ്ട് ഞങ്ങൾ വിചാരിക്കുന്നില്ല. ഞങ്ങൾ സമർപ്പിക്കുന്ന ഓരോന്നും നിവേദ്യം കൊണ്ട്, ധനം കൊണ്ട്, പുഷ്പം കൊണ്ട് അങ്ങേക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാവട്ടെ. ഈശ്വരന് പ്രയോജനം ഉണ്ടാകുന്ന കുറെ വസ്തുക്കൾ നമ്മൾ കൊണ്ടു കൊടുക്കുക. ഇതെല്ലാം ആരുടെയാണ്? ഈശ്വരന്റെയാണ്. ഈശാവാസ്യം വിധം സർവം. ഇതൊക്കെ ഈശ്വരന്റെ സത്താണ്. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ആർക്കെന്നെ കൊടുക്കാണ്? ഈശ്വരന്. അതുകൊണ്ട് ഈശ്വരൻ സന്തോഷിക്കട്ടെ. ഞങ്ങൾ അങ്ങനെ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഫലം ഉണ്ടാവണമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. ഞങ്ങളുടെ പൂജ കൊണ്ട് അങ്ങേക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം സിദ്ധി കിട്ടും എന്നും ഞങ്ങൾ വിചാരിക്കുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് അങ്ങയോടുള്ള അനുരാഗം, പ്രേമം, ഭക്തി അത് സൂചിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ മുമ്പിൽ കൊണ്ടുവച്ച് നല്ല വാക്കുകൾ കൊണ്ട് സ്തുതിച്ച് ഞങ്ങൾ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ട് അങ്ങേക്ക് ഒരു പ്രത്യേക പ്രയോജനം ഉണ്ടാകും എന്ന് വിചാരിച്ചല്ല ഞങ്ങൾ ഇത് ചെയ്തിരിക്കുന്നത്. അതാ അനയാപി ഇതുകൊണ്ടും ഭവത അങ്ങേക്ക് ഇജ്ജയ, ഈ ഇജ്ജ കൊണ്ടും അങ്ങേക്ക് ഒരു ഭാരയ ഇജ്ജയ, ധാരാളം വസ്തുക്കൾ സമ്പാദിച്ച് ചെയ്തിരിക്കുന്ന യജ്ഞം കൊണ്ടും സമുചിതമർത്ഥം, ഉചിതമായ ഒരു കാര്യത്തെ ഇഹ ന ഉപലഭാമഹേ, ഞങ്ങൾ ലഭിക്കുന്നില്ല. അഥാനയാപി ന ഭവത ഇജ്ജയോരു ഭാരഭരയാ സമുചിതമർത്ഥമിഹോപലഭാമഹേ. അഥ അനയാപി ന ഭവത ഇജ്ജയ ഒരു ഭാരഭരയാ സമുചിതം അർത്ഥം ഇഹ ഉപലഭാമഹേ. അഥാനയാപി ന ഭവത ഇജ്ജയോ ഒരു ഭാരഭരയാ സമുചിതമർത്ഥമിഹോപലഭാമഹേ. ആത്മനമേവാനുഭവനമഞ്ജസാംഹിതികരേണ
ബഹൂയമാന ശേഷപുരുഷാർത്ഥസ്വരൂപക്ഷകിന്ദു നാഥാം ആശിഷാം ആശാഫാനാനാം ഏതത് അഭിമന്ത്രാധനമാത്രം ഭവിതുമർഹതി. ആത്മനഃ ആത്മാവിൽ നിന്ന് തന്നെ, ആത്മനഃ ആത്മാവിൽ നിന്ന്, ഏവ നിന്ന് തന്നെ, അനുഭവനം ഓരോ യജ്ഞങ്ങളിലും ഓരോ പൂജകളിലും അഞ്ജഫ പെട്ടെന്ന് ഔവ്യതികരേണ, അഞ്ജഫ അവ്യതികരേണയാണ്, അഞ്ജഫാവ്യതികരേണ. അഞ്ജഫ എന്ന് ദീർഘം പറഞ്ഞിട്ട് നമ്മൾ യതികരേന്ന് പറഞ്ഞാൽ പോരാ, രണ്ട് ദീർഘം ഒന്നിച്ചു കൂടുക. അഞ്ജഫ അവ്യതികരേണ, അവ്യതികരം മറവ് കൂടാത്ത, വ്യതികരം മറവ്, അവ്യതികരം മറവില്ലാത്ത. ബഹൂയമാന വീണ്ടും വീണ്ടും ഭവിച്ചു വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ബഹൂയമാന അശേഷ പുരുഷാർത്ഥ സ്വരൂപസ്യ, എല്ലാ പുരുഷാർത്ഥത്തിന്റെയും സ്വരൂപനായിരിക്കുന്ന നാഥ, കിന്തു ആണ് അങ്ങ് എങ്കിലും, ആശിഷ വരങ്ങൾ, ആശാഫാനാനാം, ആശിഷ ആശാഫാനാനാം ആഗ്രഹിക്കുന്ന ഞങ്ങൾക്ക്, ഏതത് ഈ അഭിസംരാധന, ഈ ആരാധന, അഭിസംരാധന, രാധനയ്ക്ക് ആചാരപ്പോ ആരാധനയായതാണ്. രാധനയാണ് എന്റെ ബേസ് വാക്ക്. സം ചേർക്കാം, ആ ചേർക്കാം, സമാരാധനയാക്കാം, ഇങ്ങനെയുള്ള ആ സമാരാധന മാത്രം ഭവിതും അർഹതി. ഇത് ഞങ്ങളുടെ ഒരു സമാരാധനയായിട്ട് മാത്രം ഭവിക്കാനേ അർഹിക്കുന്നുള്ളൂ. അങ്ങിൽ നിന്നും വരങ്ങളെ ആഗ്രഹിക്കുന്ന ഞങ്ങൾ അങ്ങയെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള പൂജകളായിട്ട് മാത്രമേ ഞങ്ങൾ വിചാരിക്കുന്നുള്ളൂ. ഇതിനെക്കുറിച്ച് അങ്ങയുടെ പ്രയോജനത്തിനല്ല. മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് അങ്ങയ്ക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവട്ടെ എന്ന് കരുതിയാമോ ഞങ്ങൾ ഈ നെയ്യും പാലും തേക്കും പൂക്കളും നിവേദ്യവും ഒക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇതൊക്കെ അങ്ങേക്ക് ഇതുകൊണ്ട് ഒരു പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടാവും എന്ന് വിചാരിച്ചില്ല. പിന്നെ എന്തിനാണ് ഞങ്ങൾക്ക് വരം ഉണ്ടാവാം? അങ്ങയുടെ പ്രസാദം കൊണ്ട് ഞങ്ങൾക്ക് വരം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ആത്മനഃ ഏവ അനുഭവനം അഞ്ജഫ അപ്യതികരേണ ബഹൂയമാനാൻ അശേഷ പുരുഷാർത്ഥ സ്വരൂപസ്യ ആശിഷ ആശാഫാനാനാം, ആശംസകൾ ആഗ്രഹിക്കുന്ന ഞങ്ങൾക്ക്, ഏതത് അഭിസംരാധന മാത്രം ഭവിതുമർഹതി. അങ്ങയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ആശംസകളാകുന്ന വരങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾ അങ്ങയെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പൂജയാണിത് എന്ന് മാത്രമേ വിചാരിക്കാൻ പറ്റുള്ളൂ. അങ്ങയുടെ പ്രയോജനത്തിന് വേണ്ടിയല്ല. സ്വാമിമാരിൽ നിന്നും അല്ലെങ്കിൽ ഉടമസ്ഥന്മാരിൽ നിന്നും അനുഗ്രഹം ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ സ്വാമിയുടെ മുമ്പിൽ കാഴ്ചദ്രവ്യങ്ങൾ കൊണ്ടുവയ്ക്കുന്നത് പോലെ മാത്രമേ ഉള്ളൂ. യജമാനന്മാരിൽ നിന്നും എന്തെങ്കിലും കാര്യം നേടണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം? എന്തെങ്കിലും ഒരു വസ്തു മുമ്പിൽ കൊണ്ട് കാഴ്ചവെച്ചാൽ, ഇഷ്ടമുള്ള വസ്തുവാണെങ്കിൽ അപ്പൊ തന്നെ കാര്യം സാധിക്കും. ലോകത്തും അങ്ങനെയാണ്. നമുക്ക് കാര്യം നേടണമെങ്കിൽ അവരുടെ ദൗർബല്യം എന്താണെന്ന് കണ്ടെത്തിയിട്ട് അത് കൊണ്ടുകൊടുക്കും. അത് കൊണ്ടുകൊടുത്താൽ അപ്പൊ തന്നെ അവർ സന്തോഷിച്ചിട്ട് നമ്മളെ കാര്യം സാധിച്ചു. ഇതുപോലെ ഞങ്ങള് അജ്ഞത കൊണ്ട് എന്താണ്, അങ്ങേക്ക് എന്താ ഇഷ്ടം എന്നറിയില്ല, എല്ലാം അങ്ങേക്ക് ഇഷ്ടമുള്ളതാണ്. എങ്കിലും ഇവിടെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ഉത്കൃഷ്ട വസ്തുക്കളെ പലതും യജ്ഞരൂപേണ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് അത് അങ്ങേക്ക് സമർപ്പിക്കാൻ വേണ്ടി സ്തോത്രങ്ങളും സ്തുതികളും ചൊല്ലിയിട്ട് അങ്ങ് പ്രസാദിച്ച് ഞങ്ങൾക്ക് വേണ്ട വരം തരണം. ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എല്ലാ പുരുഷാർത്ഥങ്ങളിലെയും ഏറ്റവും ഉത്കൃഷ്ടമായ വാസസ്ഥാനം അങ്ങാണ്, ഞങ്ങൾക്കറിയാം. അശേഷ പുരുഷാർത്ഥ സ്വരൂപനാണ് അങ്ങ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നുള്ള നാലിന്റെയും സ്വരൂപനാണ് അങ്ങ്, ഒന്നു മാത്രമല്ല. അതുകൊണ്ട് അങ്ങ് നിരന്തരമായും
വർദ്ധിച്ചു വരുന്ന ഈ പുരുഷാർത്ഥങ്ങളുടെ നിധിയായ ആത്മാവിൽ നിന്ന് അങ്ങയിൽ നിന്ന് വരം ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ വരം ആഗ്രഹിച്ചാണ് ചെയ്യുക. ബഹൂയമാന അശേഷ പുരുഷാർത്ഥ സ്വരൂപം, അശേഷ പുരുഷാർത്ഥ സ്വരൂപം വീണ്ടും 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 വളർന്നു വർദ്ധിച്ചു വരുന്നത് ആണ് അങ്ങേ. അപ്പൊ ബഹൂയമാന അശേഷ പുരുഷാർത്ഥ സ്വരൂപസ്യ, അങ്ങനെയുള്ള ആത്മനഹ ആത്മാവിൽ നിന്നും അങ്ങയിൽ നിന്നും ആശിഷ ആശാപാനാഹ, ആശംസ ആഗ്രഹിച്ചിട്ട് കൊണ്ടാണ് ഞങ്ങൾ ഈ പൂജാ സംവിധാനങ്ങൾ ചെയ്യുന്നത്. അതിന് മാത്രമാണ് ഇതിന് അർഹതയുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ അനുഭവനം അവ്യതികരേണ, ഒരു മറവും കൂടാതെ, എപ്പോഴും നിരന്തരമായി ഒരു മറവും കൂടാതെ ഈ പുരുഷാർത്ഥ സ്വരൂപം വർദ്ധിച്ചു വരുന്ന സ്വരൂപത്തോടു കൂടിയ അങ്ങയിൽ നിന്നും വരങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള പൂജാദ്രവ്യങ്ങൾ സമർപ്പിക്കുന്നത്. അങ്ങേക്ക് വേണ്ടി മാത്രം അല്ല എന്ന്. ആത്മന ഏവ അനുഭവനം അഞ്ജസാവ്യതികരേണ ബഹൂയമാനാശേഷ പുരുഷാർത്ഥ സ്വരൂപം കിന്തു നാഥ ആശിഷ ആശാപാനാനാം ഏതത് അഭിസംരാധനമാത്രം ഭവിതും അർഹതി. ആത്മനേവാനുഭവനമഞ്ജസാവ്യതികരേണ ബഹൂയമാനാശേഷ പുരുഷാർത്ഥ സ്വരൂപം കിന്തു നാഥ ആശിഷ ആശാപാനാനാമേതത് അഭിസംരാധനമാത്രം ഭവിതുമർഹതി. ആത്മനേവാനുഭവനമഞ്ജസാവ്യതികരേണ ബഹൂയമാനാശേഷ പുരുഷാർത്ഥ സ്വരൂപം കിന്തു നാഥ ആശിഷ ആശാപാനാനാം ഏതത് അഭിസംരാധനമാത്രം ഭവിതും അർഹതി. ഞാൻ 2-3 പ്രാവശ്യമൊക്കെ വായിച്ചു പോകുന്നുണ്ട്. ഒന്നുകൂടെ കിട്ടേണ്ടതുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ആ ഭാഗം ഒന്നുകൂടെ വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് പോവാം. കിട്ടാത്തവരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. സാമാന്യമായിട്ട് കിട്ടത്തക്ക മട്ടിൽ ഞാൻ വിഷമമുള്ള ഭാഗം 2-3 പ്രാവശ്യം വായിക്കും, അല്ലാത്തത് ഒന്ന് വായിക്കും, പദച്ഛേദം ചെയ്ത് പറഞ്ഞു തരുന്നുണ്ട്. കിട്ടാതെ വരുന്നെങ്കിൽ ഒന്നുകൂടി പറഞ്ഞാൽ വായിക്കാൻ പദച്ഛേദം ചെയ്ത് പറയാം. എന്തായാലും വായിക്കാൻ പഠിക്കാനാണല്ലോ നമ്മുടെ ഉദ്ദേശം. തദ്യഥാവാദിശാനാം സ്വയമാത്മന ശ്രേയ പരമവിദുഷ ശ്രേയപരമവിദുഷം പരമപുരുഷ പ്രകർഷകരുണയാ സ്വമഹിമാനം താപവർഗാക്ഷം ഉപകൽപയിഷ്യൻ സ്വയം നാപചിത ഏവേതരവദിത ഉപരക്ഷീഷോ ഉപരക്ഷിതഹം തദ്യഥ. തത് യഥ തദ്യഥ. അതെങ്ങനെയെന്ന് വെച്ചാൽ ബാലിശാനാം സ്വയം ആത്മനഃ, ബാലിശന്മാർക്ക്, മൂഢന്മാർ എന്ന് സ്വാഭാവികമായ അർത്ഥം പറയാം. ബുദ്ധി പാകപ്പെട്ട് പ്രവർത്തിക്കാൻ പാകപ്പെടുന്നുണ്ട്, അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റാത്തവരാണ് ബാലിശന്മാർ, മൂർഖന്മാർ, മൂഢന്മാർ എന്നൊക്കെ പറയാം. ബാലിശന്മാർക്ക് സ്വയം ആത്മന, അവർക്ക് ആത്മനഃ തന്റെ തന്നെ ശ്രേയ, സേഫ്, പരം, അവിദുഷാം, പരമവിദുഷാം എന്നല്ല, പരം അവിദുഷാം. അത് പദശ്രദ്ധ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. എഴുതി വെച്ചേക്കെന്ന് വെച്ചാൽ പരമവിദുഷാം എന്ന് പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. പക്ഷെ അർത്ഥം അത് ശരിയാവില്ല. അപ്പൊ പരം അവിദുഷാം, ഒട്ടും അറിയാതിരിക്കുന്ന ബാലിശന്മാരായ ബാലിശന്മാർക്ക് എന്ന പോലെ, പരം അവിദുഷ, ഒട്ടും അറിയാത്തവരായ ബാലിശാനാം, ബാലിശന്മാർക്ക് യഥാ എപ്രകാരമാണോ എന്ന പോലെ പ്രകർഷകരുണയാ, നല്ല വർദ്ധിച്ച കാരുണ്യത്തോടെ, പ്രകർഷമായ കരുണയോടെ, സ്വമഹിമാനം ച, സ്വന്തം മാഹാത്മ്യത്തെയും, അപവർഗാഖ്യം മോക്ഷം എന്നു പേരായ, സ്വമഹിമാനം ച അപവർഗാഖ്യം, അപവർഗം എന്നു പേരുള്ള സ്വന്തം മാഹാത്മ്യത്തെയും, ഉപകൽപൈഷ്യൻ ഞങ്ങൾക്കായി നൽകുന്നവനായിട്ട്, ഉപകൽപൈഷ്യൻ ഞങ്ങൾക്കായിട്ട് നൽകുവാനായി,
സ്വയം ന അപചിതേവ, തന്നെത്താൻ അപചിതനായില്ലെങ്കിലും പൂജിതനായില്ലെങ്കിലും, അപചിതൻ പൂജിക്കപ്പെട്ടവൻ, അപചിതൻ പൂജിക്കപ്പെടാത്തവനാണെങ്കിലും ഏവ അപചിതനായി തന്നെ ഇതരവത് ഇഹ ഉപരക്ഷിത, മറ്റുള്ളവരെ പോലെ തന്നെ ഇഹ ഞങ്ങളുടെ മുമ്പിൽ ഉപരക്ഷിത കാണപ്പെട്ടുവല്ലോ. സാധാരണക്കാരെ പോലെ തന്നെ ഞങ്ങളുടെ മുമ്പിൽ അങ്ങ് പ്രത്യക്ഷീഭവിച്ചല്ലോ. അവരവരുടെ ശ്രേയസിനെ കുറിച്ച് അറിയാത്തവരാണ് മൂഢന്മാർ. സ്വയം ആത്മനഃ ശ്രേയപരം അവിദുഷാം ബാലിശാന. സ്വയം ആത്മനഃ ശ്രേയ, തൻ്റെ തന്നെ ശ്രേയസിനെ കുറിച്ച് പരം അവിദുഷാം ഒട്ടുമറിയാത്തവരായ ഹേ പരമപുരുഷനായ ഭഗവൻ എന്ന് പരമ സംബോധനയാണ് ആദ്യം. ഹേ പരമപുരുഷ, രണ്ടും സംബോധനയാണ്. പരമനും പരമപുരുഷനുമായ പരമാനന്ദ സ്വരൂപനായ ഹേ ഭഗവൻ, ആത്മനഃ ശ്രേയ പരം അവിദുഷാം, അവരവരുടെ ശ്രേയസ്സിനെ കുറിച്ച് ഒട്ടും അറിവില്ലാതിരിക്കുന്ന ബാലിശന്മാർക്ക് എന്ന പോലെ പ്രകർഷകരുണയാ, വർദ്ധിച്ച കാരുണ്യത്തോടെ അപവർഗമെന്ന പേരായ സ്വന്തം മഹാത്മ്യത്തെ നൽകാനായിട്ട് ഞങ്ങളുടെ പൂജകളൊന്നും സ്വീകരിക്കാത്തവനായിട്ട് തന്നെ ഞങ്ങളുടെ മുമ്പിൽ അങ്ങ് പ്രത്യക്ഷപ്പെട്ടുള്ളൂ, കാണപ്പെട്ടുള്ളൂ. ഇതൊരു അത്ഭുതമാണ്. യാതൊരു പ്രയോജനവും കാക്ഷിക്കാതെയാണല്ലോ അങ്ങ് ഞങ്ങളുടെ മുമ്പിലേക്ക് ഇപ്പൊ എത്തിയത്. മാതാപിതാക്കൾ പുത്രന്മാരെ വളർത്തി വലുതാക്കുന്നത് അവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ട് ആയിരുന്നില്ല, ആവരുത്. അതുപോലെ തന്നെയാണ് ഞങ്ങളിൽ നിന്നും അങ്ങൊന്നും പ്രതീക്ഷിക്കാത്തവനാണ്. അതുകൊണ്ട് അങ്ങയുടെ പ്രയോജനം സാധാരണ ജനങ്ങൾക്ക് അങ്ങയുടെ കാരുണ്യത്തെ പ്രകാശിപ്പിച്ച് പരമാനന്ദ സ്വരൂപമായ മോക്ഷത്തെ നൽകാൻ വേണ്ടി അങ്ങ് ഞങ്ങളുള്ള വാത്സല്യം കൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ കൂടുതലൊന്നും തന്നിട്ടല്ലല്ലോ, സാധാരണക്കാരായ ആൾക്കാർ ചെയ്യുന്ന പൂജകളായി ചെയ്തിരിക്കുന്നത്, അത്രയേ ഉള്ളൂ. അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന പോലെ അങ്ങിപ്പോൾ ഞങ്ങളുള്ള കാരുണ്യം കൊണ്ട്, ഞങ്ങളുള്ള വാത്സല്യം കൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷീഭവിച്ചല്ലോ. ഋത്തുക്കളാണ് ഈ സ്തുതിക്കുന്നത്. തദ്യഥാ ബാലിശാനം സ്വയമാത്മനശ്രേയ പരം അവിദുഷാം പരമപുരുഷ പ്രകർഷകരുണയാ സ്വമഹിമാനം ച അപവർഗാഖ്യം ഉപകൽപയിഷ്യൻ സ്വയം ന അപചിത ഏവ ഇതരവത് ഇഹ ഉപലക്ഷിതഃ. ഏവ ഇതരവത് ഇഹ ഉപലക്ഷിത, ഏവേതരവതിഹോപലക്ഷിത. ഒന്നിച്ചു വരുമ്പോ ഏതെങ്കിലും ഒരു അക്ഷരം പോവും. അതുകൊണ്ട് നാപചിതേവ ഇതരവത് ഇഹോപലക്ഷിത അത്രയും ചേർത്ത് പറയാം. തത് യഥാ ബാലിശാനാം സ്വയമാത്മനശ്രേയ പരം അവിദുഷാം പരമപരമപുരുഷ പ്രകർഷകരുണയാ സ്വാഭിമാനം ച അപവർഗാഖ്യമുപകൽപയിഷ്യൻ സ്വയം നാപചിതേവ ഇതരവത് ഇഹ ഉപലക്ഷിതാം. തദ്യഥാ ബാലിശാനം സ്വയമാത്മനശ്രേയ പരം അവിദുഷാം പരമപുരുഷ പ്രകർഷകരുണയാ സ്വമഹിമാനം ചാപവർഗാഖ്യമുപകൽപയിഷ്യൻ സ്വയം നാപചിതേവ ഇതരവതി ഉപലക്ഷിതഃ. തദ്യഥാ ബാലിശാനം സ്വയമാത്മനശ്രേയ പരം അവിദുഷാം പരമപുരുഷ പ്രകർഷകരുണയാ സ്വമഹിമാനം ചാപവർഗാഖ്യമുപകൽപയിഷ്യൻ സ്വയം നാപചിതേവ ഇതരവതി ഉപലക്ഷിതഃ. അധായമേവ വരോഹ്യർഹത്തമാം യർഹി ബർഹിഷി രാജർഷേർ വരദർഷഭോ ഭവാൻ നിജപുരുഷേക്ഷണ വിഷയ ആസീത്. അഥ അയമേവ വരോഹി അർഹത്തമാം.
ഹേ അർഹത്തമ, അത് അയമേവ, ഇത് തന്നെയാണ് എർഹി ബർഷിഷി, ബർഷിഷിന്റെ യജ്ഞത്തിൽ, ബർഹിഫ് അഗ്നി കത്തിക്കുന്ന യജ്ഞത്തിന്റെ പേരാണ്. ബർഹിഷി യജ്ഞത്തിൽ രാജർഷേഹേ വരദർഷഭ, വരദർഷഭൻ, വരം ദാനം ചെയ്യുന്നവരിൽ വെച്ച് ഋഷഭൻ ഉത്കൃഷ്ടൻ. വരം, വരദൻ, വരം ദാനം ചെയ്യുന്നവൻ, വനം എന്തോ വരം ദാനം ചെയ്യുന്നവരിൽ വെച്ച് ഋഷഭൻ ശ്രേഷ്ഠൻ ഉത്കൃഷ്ടൻ. അപ്പം വരദർഷഭോ ഒറ്റ വാക്കാണ്. വരം ദാനം ചെയ്യുന്നതിൽ ഉത്കൃഷ്ടനായിരിക്കുന്ന ഹേ ഭഗവൻ അങ്ങ് ഈ രാജർഷിയുടെ ബർഹിഷി യാഗത്തിൽ, രാജർഷേഹി ബർഹിഷി, രാജർഷിയുടെ യാഗത്തിൽ ഭവാൻ അങ്ങ് നിജ പുരുഷേക്ഷണ വിഷയ ആഫീദ്, തന്റെ പുരുഷന്മാരുടെ കണ്ണുകൾക്ക് വിഷയമായി ഭവിച്ചുവല്ലോ. നിജ പുരുഷ ഈക്ഷണ വിഷയ ആഫീദ്, തന്റെ പുരുഷന്മാർ, തന്റെ ഭക്തന്മാർ, തന്റെ ഭക്തജനങ്ങളുടെ മുമ്പിൽ അവരുടെ കണ്ണുകൾക്ക് വിഷയീഭവിക്കത്തക്ക മട്ടിൽ അങ്ങ് ആവിർഭവിച്ചുവല്ലോ. ഹേ അർത്ഥത്തമ, പരമപൂജ്യനായ ഭഗവൻ, അയം ഏവ വര, ഇതെന്നെ വരമായില്ലേ, ഇനി എന്ത് വരമാവേണ്ടേ? രാജർഷി എന്ന ഈ നാഭിയുടെ യജ്ഞശാലയിൽ അങ്ങയെ സേവിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കണ്ണുകൾക്ക് മുമ്പിൽ നേരിട്ട് അങ്ങയുടെ ഉത്തമ സ്വരൂപത്തെ കാണിച്ചു തന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ വരമാണ്. ഞങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ വരം അതാണ്. അങ്ങനെയുള്ള അങ്ങയ്ക്ക് ഒരു പൂജ ഇനിയും ചെയ്യാൻ ഞങ്ങൾ സമർത്ഥരല്ല. ഈ അങ്ങയുടെ ഈ വരവ് സന്ദർശനം തന്നെ അനുഗ്രഹമായി. ഇനിയും എന്താഗ്രഹിക്കാനിരിക്കുന്നു? ഇത് തന്നെ ഞങ്ങളെ സന്തോഷിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അങ്ങയുടെ ഈ ആഗമം. അഥ അയമേവ വരോ ഹ്യർഹത്തമ, ഹി അർഹത്തമ കൂടി ചേരുമ്പോൾ ഹ്യർഹത്തമ ഇത് വരുന്ന ഹി അർഹത്തമ യർഹി ബർഹിഷി രാജർഷേ വരദർഷഭോ ഭവാൻ നിജപുരുഷേക്ഷണ വിഷയ ആസീത്. അഥായമേവ വരോ ഹ്യർഹത്തമ യർഹി ബർഹിഷി രാജർഷേ വരദർഷഭോ ഭവാൻ നിജപുരുഷേക്ഷണ വിഷയ ആസീത്. അഥായമേവ വരോ ഹ്യർഹത്തമ യർഹി ബർഹിഷി രാജർഷേ വരദർഷഭോ ഭവാൻ നിജപുരുഷേക്ഷണ വിഷയ ആസീത്. അഥ അയമേവ വരോ ഹ്യർഹത്തമ യർഹി ബർഹിഷി രാജർഷേ വരദർഷഭോ ഭവാൻ നിജപുരുഷേക്ഷണ വിഷയ ആസീത്. അസംഗനിശിതജ്ഞാനാനലവിധൂതാശേഷമലാനാം ഭവത് സ്വഭാവാനാം ആത്മാരാമാണാം മുനീനാം അനവരത പരിഗുണിത ഗുണഗണ പരമമംഗളായന ഗുണഗണകഥനോഫീ. അസംഗ നിശിത ജ്ഞാന അനല വിധൂത അശേഷമലാനാം. അസംഗം, സംഘമില്ലാതിരിക്കുക, ചേർച്ചയില്ലാതിരിക്കുക, ആസക്തി ഇല്ലാതിരിക്കുക. സംഘം ഇല്ലാതിരിക്കലാണ് അസംഗം. ആ അസംഗമെന്ന് നിശ്ചിതമായ മൂർച്ചയുള്ള ജ്ഞാന അനലൻ, ജ്ഞാനമാകുന്ന അഗ്നി, ജ്ഞാനാനലൻ, അസംഗ നിശിത ജ്ഞാന അനല, ആസക്തിയില്ലാത്ത മൂർച്ചയുള്ള ജ്ഞാനമാകുന്ന അറിവാകുന്ന അഗ്നി കൊണ്ട് വിധൂത നശിപ്പിക്കപ്പെട്ട, അസംഗ നിശിത ജ്ഞാന അനല വിധൂത നശിപ്പിക്കപ്പെട്ട അശേഷമലാനാം എല്ലാ മാലിന്യങ്ങളും നശിപ്പിക്കപ്പെട്ടിരിക്കുന്ന
അഭംഗ നിശിതജ്ഞാനാനല വിധൂതാശേഷജ്ഞാനമലാനാം ഭവത് സ്വഭാവാനാം. അത് അങ്ങയുടെ സ്വഭാവമാണ്. ഞങ്ങൾ വരം വരിക്കാത്തതിന്റെ ഒരു കാരണമായിട്ട് പറയുകയാണ്, ഏത് വരങ്ങൾ വരിച്ചാലും അത് ഈ സംസാരത്തിൽ തന്നെ ഉള്ളതാണ്. ഇവിടുന്ന് മാറിയല്ല, ഇവിടെ തന്നെ അപ്പൊ ഇവിടെ തന്നെ കിട്ടുന്ന വസ്തുക്കൾ വേണ്ടേ ഞങ്ങൾ ഇനി വരം ചോദിക്കാൻ? അതുകൊണ്ട് അത് ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും സംസാരത്തിൽ ദുഃഖം ഉണ്ടാക്കട്ടെ. ഈ സംസാര ലോക ജീവിതത്തിൽ കിട്ടുന്ന ഏത് വസ്തുക്കളും തൽക്കാലം സുഖമോ തോന്നുമെങ്കിലും ദുഃഖം അനുഭവിപ്പിക്കാനുള്ളതാണ്. ഞങ്ങൾ ഇനി എന്ത് വരം ചോദിച്ചാലും ഇവിടെ ഉള്ളതല്ലേ ചോദിക്കാൻ പറ്റും. ഇവിടെ ഉള്ളതൊക്കെ ഞങ്ങൾക്ക് പിന്നെയും പിന്നെ ദുഃഖം ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് അങ്ങയുടെ ദർശനത്തെക്കാൾ ഒരു വലിയ വരം ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ ചോദിച്ചാൽ ഇവിടെയുള്ള എന്തെങ്കിലും തരും, അത് തരും. തന്നെന്താ പിന്നെയും ദുഃഖം. അതുകൊണ്ട് സകല ഭോഗങ്ങളും ഉപേക്ഷിച്ച് മഹാന്മാർ അങ്ങയുടെ ഗുണഗണങ്ങളെ കീർത്തിക്കുന്നത് എന്നുള്ള ഒരു അഭിപ്രായം മാത്രം ഉൾക്കൊണ്ടുകൊണ്ടാണ് പറയുന്നത്. ഞങ്ങളുടെ ഉള്ളിലുള്ള സകല മാലിന്യത്തെയും ഇല്ലാതാക്കുന്നതാണ് അങ്ങയുടെ സ്വഭാവം, ഈ ദർശനം. ഇത് മാത്രമല്ല, ഇനി ഞങ്ങളൊന്നും അങ്ങോട്ട് ആവശ്യപ്പെടണ്ടല്ലോ. ഈ ദർശനം കൊണ്ട് തന്നെ ഞങ്ങളുടെ സകല മരങ്ങളെയും മാലിന്യത്തെയും ഇല്ലാതാക്കി കഴിഞ്ഞു. ഭവത് സ്വഭാവാനാം ആത്മാരാമാണ് മുനീനാം. ആത്മാരാമന്മാരായ മുനിമാർക്ക് അനവരത പരിഗുണിത ഗുണഗണ പരമമംഗളായന ഗുണഗണ കഥനോഫി. ആത്മാരാമന്മാരായ മുനിമാർക്ക് രമിക്കണമെങ്കിൽ സന്തോഷിക്കണമെങ്കിൽ തന്റെ ഉള്ളിൽ തന്നെയാണ്. പുറത്തേക്ക് പോയൊന്നും സന്തോഷിക്കട്ട. നമുക്ക് സന്തോഷിക്കുന്നത് കണ്ണുകൊണ്ട് പുറമേ ഉള്ളത് കാണണം, ചെവി കൊണ്ട് പുറമേ ഉള്ളത് കേൾക്കണം, നാവ് കൊണ്ട് വെളിയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണ സാധനങ്ങൾ ആസ്വദിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആനന്ദിക്കാൻ പറ്റൂ. ഋഷിമാർക്ക് ഇതെല്ലാം അടച്ചു പിടിച്ചുകൊണ്ട് അകത്തുള്ള പരബ്രഹ്മ സ്വരൂപത്തെ ധ്യാനിച്ചിരുന്നാൽ ഇതെല്ലാം അവർക്ക് അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ട് അവരെ ആത്മാരാമന്മാർ എന്നാ വിളിക്കും. മുനീനാം, അങ്ങനെയുള്ള മുനിമാർക്ക് അനവരതം എല്ലായ്പ്പോഴും പരിഗുണിതം വർദ്ധിച്ചു വരുന്നതാണ്. ഗുണഗണം ഗുണസമൂഹം, അതാണ് പരമമംഗള അയനം. പരമമായ മംഗളമാർഗം, അയനം മാർഗം, പരമമംഗള അയനം. അങ്ങനെയുള്ള ഗുണഗണങ്ങൾ കൊണ്ട് കഥിക്കപ്പെടുന്നവനാണ് അങ്ങ്. അതുകൊണ്ട് പരമമഹർഷിമാർ അങ്ങയുടെ ഗുണഗണങ്ങൾ മാത്രം പാടുകയുള്ളൂ, വേറൊന്നും പറയില്ല. അങ്ങയുടെ ഗുണഗണങ്ങൾ വീണ്ടും 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 പാടിക്കൊണ്ടേയിരിക്കും. ഒരു ഭോഗത്തിനും ആഗ്രഹമില്ലാത്തത് കൊണ്ട് അവർക്ക് വിരക്തി വന്നിട്ടാണ് ജ്ഞാനമായ അഗ്നി കൊണ്ട് രാഗാദികളായ ദോഷങ്ങളെയൊക്കെ കത്തിച്ചു കളഞ്ഞ് ആത്മാവിൽ അങ്ങയെ തന്നെ കണ്ട് ആനന്ദിക്കുന്ന മുനിമാർക്ക് പോലും ആനന്ദമുണ്ടാക്കുന്നതാണ് അങ്ങയുടെ ഗുണഗണങ്ങൾ അടങ്ങുന്ന കഥ കീർത്തനം. അത് ഈ മഹർഷിമാർ ഒരു കാലത്തും ഉപേക്ഷിക്കത്തില്ല. അങ്ങനെയുള്ള അങ്ങയുടെ ഒരു ദർശനം ഞങ്ങൾക്ക് കിട്ടിയല്ലോ, ഇതൊരു മഹാനുഗ്രഹമാണ്. ഇത്ര മാത്രം മതി. അതുകൊണ്ടാണ് മുനീനാം അനവരത പരിഗുണിത ഗുണഗണ പരമ മംഗളായന ഗുണഗണ കഥനോഫി. ആത്മാരാമന്മാരായ മുനിമാർക്ക് എല്ലായ്പ്പോഴും വർദ്ധിച്ചു വരുന്ന ഗുണഗണങ്ങളുള്ള അങ്ങയുടെ പരമമായ മംഗളമാർഗങ്ങൾ നൽകുന്ന ഗുണഗണങ്ങളാകുന്ന കഥകളെ വീണ്ടും വീണ്ടും പാടിക്കൊണ്ടിരിക്കുക മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. അവരൊന്നും ആവശ്യപ്പെടാറില്ല. ഞങ്ങൾക്കൊന്നുമില്ല, അങ്ങ് ഞങ്ങളുടെ മുമ്പിൽ വന്നുവല്ലോ, അത് തന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ വരമായി. ആ ദർശനം തന്നെ ഞങ്ങളുടെ അഭംഗമെന്ന്
ഞങ്ങളുടെ ഭംഗമെന്ന അജ്ഞാനത്തെ മുഴുവൻ നശിപ്പിച്ചു കളയാൻ ഈ അഭംഗമാകുന്ന ജ്ഞാന അഗ്നിക്ക് സാധിക്കും, ഞങ്ങൾക്ക് ഉറപ്പാണ്. അഭംഗ നിശ്ചിത ജ്ഞാനാനല വിധൂത അശേഷമലാനാം ഭവത് സ്വഭാവാനാം ആത്മാരാമാണാം മുനീനാം അനവരത പരിഗുണിത ഗുണഗണ പരമമംഗളായന ഗുണഗണ കഥനോഫി. അഭംഗനിശ്ചിത ജ്ഞാനാനല വിധൂത അശേഷമലാനാം ഭവത് സ്വഭാവാനാം ആത്മാരാമാണാം മുനീനാം അനവരത പരിഗുണിത ഗുണഗണ പരമമംഗളായന ഗുണഗണ കഥനോഫി. അഭംഗനിശ്ചിത ജ്ഞാനാനല വിധൂത അശേഷമലാനാം ഭവത് സ്വഭാവാനാം ആത്മാരാമാണാം മുനീനാം അനവരത പരിഗുണിത ഗുണഗണ പരമംഗളായന ഗുണഗണ കഥനോഫി. അഭംഗനിശ്ചിത ജ്ഞാനാനല വിധൂത അശേഷമലാനാം ഭവത് സ്വഭാവാനാം ആത്മാരാമാണാം മുനീനാം അനവരത പരിഗുണിത ഗുണഗണ പരമമംഗളായന ഗുണഗണ കഥനോഫി. അഥ കഥഞ്ചിത് സ്ഖലനപതനദൃംഭണ ദുരവസ്ഥാനാദിഷു വിവശാനാം ന സ്മരണായാം ജ്വരമരണദശായാമപി ഫകലകസ്മരദർശനാനി തവ ഗുണകൃതനാമധേയാനി വചനഗോചരാണി ഭവന്തു. അഥ അനന്തരം കഥഞ്ചിത് എങ്ങനെയെങ്കിലും സ്ഖലന ക്ഷുത്പതന ദൃംഭണ ഖലനം തടഞ്ഞു വീഴുക, ക്ഷുത്ത് വിശപ്പ്, പതനം അല്ലാതെയുള്ള വീഴ്ച, ദൃംഭണം കോട്ടുവായിടൽ, ദുരവസ്ഥാനാദിഷു കഷ്ടാവസ്ഥ ദുരവസ്ഥ ആദി ആയവകളിൽ അകപ്പെട്ട് വിവശന്മാരായിരിക്കുന്ന ഞങ്ങൾക്ക് വിവശാന മഹ ഞങ്ങളിപ്പോൾ വിവശരാണ്. അങ്ങ് എങ്ങനെയാണ് വിവശരായിരിക്കുന്നത്? ഞങ്ങള് ഒന്നുകിൽ എന്താണ്, കാല് തടഞ്ഞു വീഴുക, ഏതെങ്കിലും സന്ദർഭത്തിൽ കാല് തടഞ്ഞു വീഴുക, വിശപ്പ് മുതലായ ദുഃഖങ്ങൾ കൊണ്ട് വിഷമിക്കുക, അല്ലാതെ തന്നെ വഴിയിൽ വീഴുക, അനാവശ്യമായി വെറുതെ കൂട്ടുവായിട്ട് ക്ഷീണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ഏതെങ്കിലും മറ്റ് കഷ്ടാവസ്ഥകൾ വന്നു ചേരുക, ജ്വരാദികളായ രോഗങ്ങൾ ഉണ്ടാകുക, ജ്വര മരണദശായാമപി പനി മുതലായിരിക്കുന്ന രോഗങ്ങൾ ഉണ്ടാകുക, മരണാവസ്ഥയിലും സ്മരണായ ഞങ്ങൾക്ക് സ്മരിക്കാനായിക്കൊണ്ട് സകല കഷ്മല നിരസനാനി തവ എല്ലാ കഷ്മലങ്ങളെയും പാപങ്ങളെയും നിരസിക്കുന്ന അങ്ങയുടെ ഗുണകൃത നാമധേയ അങ്ങയുടെ ഗുണങ്ങൾ വഹിക്കുന്ന പേരുകൾ വചനഗോചരാനിബന്ധു ഞങ്ങൾക്ക് കാണാൻ കഴിയട്ടെ, അല്ലെങ്കിൽ കേൾക്കാൻ കഴിയട്ടെ, ഞങ്ങൾക്ക് വാക്കിന് വിഷയമായി തീരട്ടെ, ഞങ്ങളുടെ വചനങ്ങൾക്ക് ഗോചരമായി തീരട്ടെ, വാക്കുകൾക്ക് വിഷയമായി ഭവിക്കട്ടെ. അറിഞ്ഞോ അറിയാതെയോ അങ്ങയുടെ നാമങ്ങൾ ഉച്ചരിക്കാൻ ഞങ്ങൾക്ക് കഴിയട്ടെ. ഏതൊക്കെ സന്ദർഭത്തിലാണ്? സ്ഖലന ക്ഷുത്ത് പതന ജൃംഭണ ദുരവസ്ഥാനാദിഷു ജ്വര മരണദശായാമപി ഇത്രയും സന്ദർഭങ്ങളിൽ സകല കശ്മലങ്ങളെയും നിരസിക്കുന്ന അങ്ങയുടെ ഗുണകൃതങ്ങളായ നാമധേയങ്ങളുള്ള സ്തുതികൾ ഞങ്ങളുടെ മനസ്സിൽ ഏതു വിധേനയും തോന്നിക്കട്ടെ. അതിനാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അങ്ങയുടെ നാമങ്ങളെ കീർത്തിപ്പാൻ, അങ്ങയുടെ രൂപത്തെ സ്മരിക്കാനും ഞങ്ങൾക്ക് മനസ്സുണ്ടാകണം. അതിനനുഗ്രഹിക്കണം. അതേ വരമായിട്ട് വേണ്ടു. നാമസങ്കീർത്തനമാണ് ഭക്തന്മാരുടെ ജീവനദ്രവ്യം എന്നിവിടെ സൂചിപ്പിച്ചിരിക്കും. ഒരു ഭക്തന്റെ ജീവനദ്രവ്യം വാസ്തവത്തിൽ നാമസങ്കീർത്തനമാണ്. അത് ഉച്ചരിച്ചില്ലെങ്കിൽ ഒരു ദിവസം ജീവിക്കാൻ പറ്റില്ല മനുഷ്യൻ. ഓരോ ദിവസവും ഇങ്ങനെ ജീവിച്ചു പോകുന്നത് ഈ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമുള്ള നിരന്തരമായ നാമോച്ചാരണത്തിന്റെ മഹാത്മ്യം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ഇങ്ങനെ സുഭിക്ഷമായി ജീവിച്ചു പോകാൻ കാരണം. അതുകൊണ്ട്
ഒരു വരമേ വേണ്ടൂ. ഈ കീർത്തനം ഞങ്ങളുടെ നാവിൽ നിന്ന് മാഞ്ഞു പോകരുത്. ഉറക്കത്തിലും മരണസമയത്തും പനി വരുമ്പോഴും കഷ്ടാവസ്ഥയിലും വീഴുമ്പോഴും ഏത് സമയത്തും അങ്ങയുടെ കീർത്തനങ്ങൾ നിരന്തരം കേൾക്കാനുള്ള ഒരു വരം, ഇതാണ് ഞങ്ങൾക്ക് വേണ്ടത്. അഥ കഥഞ്ചിത് ഖലന ക്ഷുത്പതന ദൃംഘണ ദുരവസ്ഥാനാദിഷു വിവശാനം സ്മരണായ ജ്വരമരണദശായാമപി പകരകശ്മല ദർശനാനി തവ ഗുണകൃതനാമധേയാനി വചനഗോചരാണി ഭവന്തു. അഥ കഥഞ്ചിത് ഖലന ക്ഷുത്പതന ദൃംഭണ ദുരവസ്ഥാനാദിഷു വിവശാനം സ്മരണായ ജ്വരമരണദശായാമപി ഫകലകശ്മരദർശനാനി തവ ഗുണകൃതനാമധേയാനി വചനഗോചരാണി ഭവന്തു. അഥ കഥഞ്ചിത് ഖലനക്ഷുത്പതന ദൃംഭണ ദുരവസ്ഥാനാദിഷു വിവശാനം സ്മരണായ ജ്വരമരണദശായാമപി ഫകലകശ്മരദർശനാനി തവ ഗുണകൃതനാമധേയാനി വചനഗോചരാണി ഭവന്തു. ഈ സ്തുതി കഴിഞ്ഞിട്ട് ഇനിയുമാണ് ആവശ്യം പറയാൻ. ഇപ്പം ഈ യജ്ഞം ചെയ്ത് അങ്ങേ പ്രത്യക്ഷനാക്കിയത് ഞങ്ങളുടെ രാജാവിന്റെ ആഗ്രഹമുണ്ട്, അത് പറയാൻ വേണ്ടിയാ. യുക്തികളാണ് ഈ പറയുന്നത്. അനവത്യനാണ്, സന്താനമില്ലാത്തവനാണ്. ഒരു സന്താനം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു, അതിനാണ് ഈ യാഗം എന്ന് അടുത്ത ശ്ലോകത്തിലാണ് ഈ ആവശ്യം പറയാൻ പോകുന്നത്. അതിനുശേഷം ഭഗവാന്റെ മറുപടിയോട് കൂടി നമുക്ക് ആ വിഷയത്തെ പറ്റി തിരിയാം. പക്ഷെ ഇന്നത്തെ സമയം അതുകൊണ്ട് അതിക്രമിച്ചിരിക്കുകയാണ്. ഇനിയും പുറത്തൊക്കെ നമുക്ക് സമയം അതിക്രമിക്കുന്നുള്ളതുകൊണ്ട് ഇതിൽ നിർത്താം. മാറ്റി വയ്ക്കാം. സംശയമാണെങ്കിൽ ചോദിക്കാം. സാർ, ഞാൻ വിചാരിച്ചത് സാധാരണക്കാരായ നമ്മൾക്കൊക്കെ മാത്രമേ ഇങ്ങനെ പനി വന്നാലോ അല്ലെ അസുഖങ്ങൾ വന്നാലോ വിഷമങ്ങൾ വന്നാലോ പിന്നെ നാമം ജപിക്കത്തില്ല, നാമം ജപിക്കാൻ കഴിയില്ല. അത് സുഖമായിട്ടിരിക്കുമ്പോഴേ നമുക്ക് നാമം ജപിക്കാൻ കഴിയുന്നുള്ളൂ. ശാരീരികമായിട്ടും മാനസികമായിട്ടും സുഖം ഉണ്ടെങ്കിലേ നമുക്ക് ഈശ്വരനോട് അങ്ങോട്ട് അടുത്ത് നിൽക്കാൻ കഴിയുന്നുള്ളൂ. അല്ലാത്തപ്പോഴല്ല എവിടെയെങ്കിലും ഒന്ന് വേദനിച്ച അയ്യോ അവിടെ വേദനിക്കുന്നു, ഇവിടെ വേദനിക്കുന്നു, അല്ലെ ഇന്ന ദുഃഖം, തലവേദനിക്കുന്നു, അല്ലെ തല നേരെ നിൽക്കുന്നില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മളെ. പക്ഷേ ഈ മഹായോഗികളായ ഋത്തിക്കുകൾക്ക് ഇങ്ങനെയുണ്ടോ? അതാ എന്റെ സംശയം. അവർക്കുണ്ടെന്നല്ല, അവർക്കുണ്ട് എന്ന് കാണിച്ചത് നമ്മളും അങ്ങനെ ആയിത്തീരണമെന്ന് പറയാൻ വേണ്ടിയാ. ശരി, നമ്മളും അങ്ങനെ ആയിത്തീരണം. ഇതാ ഞങ്ങളും അങ്ങനെയാണ്. നമ്മൾ ഏത് സമയത്തും ഈ നാമങ്ങൾ തോന്നിക്കാനാണ് ഇപ്പൊ പ്രാർത്ഥിക്കേണ്ടത്. ഈ കഷ്ടാവസ്ഥയിലും വീഴുമ്പോഴും വേദന വരുമ്പോഴും ഒക്കെ അങ്ങയുടെ നാമങ്ങൾ ഉച്ചരിക്കുക. നാരായണ 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 എന്ന് ഉച്ചരിച്ചുകൊണ്ട് വേദനയെ സഹിക്കുക, വീഴ്ചയെ ഉൾക്കൊള്ളുക, പതനത്തെ ഉൾക്കൊള്ളുക, എല്ലാം ഒടിഞ്ഞു പൊട്ടിയാൽ അതിനെ ഉൾക്കൊള്ളുക. ഇതിനെല്ലാം ഈ നാമജപം മാത്രം പരിഹാരമായിട്ട് കാണാനുള്ള ഒരു വരമാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ ഞങ്ങൾ ഈ ഒരു അവസ്ഥയിൽ ഒരു ചടങ്ങിന് വേണ്ടിയൊക്കെ ജപിച്ച് അല്ലെങ്കിൽ നാമം ചൊല്ലി തീർക്കലല്ല. ഇനി വേണ്ടത് ഏത് സമയത്തും അങ്ങയുടെ ഈ ഗുണഗണങ്ങളെ കീർത്തിക്കുന്ന നാമധേയങ്ങൾ മരണസമയത്ത് പോലും ഞങ്ങളുടെ നാവിൽ തോന്നിച്ചുകൊണ്ടേയിരിക്കണേ എന്ന് യുക്തികൾ പറയുന്നത്. പരമജ്ഞാനികളായ മഹാമുനിമാർ പോലും ഇതാണ് ആവശ്യപ്പെടുന്നത്. അവർക്ക് വേറൊന്നും ചോദിക്കാനില്ലല്ലോ, അവർക്ക് പ്രത്യേകിച്ച് ഇവിടുന്നുള്ള വരങ്ങളൊന്നും വേണ്ട. അതുകൊണ്ട് അവനതെല്ലാം ആവശ്യപ്പെടുക. അതുകൊണ്ടാണ് ആത്മാരാമാണ മുനീനാം അനവരത പരിഗുണിത ഗുണഗണ പരമമംഗളായന ഗുണഗണ കഥനോഫി. അവര് വിധാനം ചെയ്തിട്ടുണ്ട്. അത് നമ്മളെ കാണിച്ച് നമ്മൾക്കും ഇങ്ങനെ തോന്നിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ്. നമസ്തേ സാറേ, നമസ്തേ. എട്ടാമത്തെ ശ്ലോകത്തിലെ കിന്തു നാഥാശിഷ പിന്നത്തെ പദം എന്ന് പറഞ്ഞു. ആശാസാനാനാം. തെറ്റായിട്ട് എഴുതിക്കുന്നത് ദീർഘമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ആശാസാനാനാം ഏതെന്നാണ്, ഏതെന്ന് പിന്നത്തത് ഏതെന്നാണ്. അല്ല ആശാസാനാനാം ഏതത് അഭിസംരാധനമതം. അവര് വെച്ച് സാറേ ഏറ്റവും അവസാനം പ്രാർത്ഥിക്കുന്നത് അഹല്യ പ്രാർത്ഥിച്ച പോലെ എവിടെ ഇരുന്നാലും തൃപ്പാദത്തിൽ ഇളക്കമില്ലാതെ ഒരു ഭക്തി
അതെ, അതുപോലെ അഭിസം- നമുക്കും ഏതത് അത്രയൊന്നും പറ്റിയില്ലെങ്കിലും നമ്മുടെ നിരന്തരമായ പഠനം കൊണ്ട് വലിയ പ്രയാസങ്ങളൊക്കെ വരുമ്പോഴും ഒരു ഭഗവൻ നിന്ദ പറയാൻ നമുക്ക് തോന്നാറില്ല. വല്ലപ്പോഴും തോന്നിക്കുമല്ലോ, അത് മതി. അതാ വേണ്ടേ. അതല്ല, ഭഗവാൻ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് ഒരിക്കലും പറയാൻ നമുക്ക് ആർക്കും തോന്നുകയല്ല. ആഗ്രഹിച്ച കാര്യം സാധിച്ചില്ല, ഇനി ഞാൻ പ്രാർത്ഥിക്കില്ല പറയില്ല. അല്ല, അങ്ങനെ ഒരിക്കലും പറയാൻ ഇതുപോലെ പഠിക്കുന്ന ആർക്കും തോന്നുന്നില്ല. കാരണം ഭഗവാൻ പോലും അവതാരത്തിൽ ദുഃഖങ്ങൾ അനുഭവിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, അല്ലേ? അല്ലെ അതെ. പഠിക്കുന്നത്. അത് കയ്യിലിരിപ്പുകൊണ്ട് കിട്ടിയാണെന്നുള്ള തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. അതെ. സർ, ഒരു കാര്യം, ആ കഥനോസി എന്നുള്ളത് എങ്ങനെയാ പിരിക്കുന്നത്? ഏതാ? കഥനോസി. കഥനഹ അഫി കഥനോഫി. അപ്പൊ കഥനഹാസി കഥനോസിയാണോ? അതെ. അത് ശരി. കഥിക്കുന്നവൻ ആയിരിക്കുന്നു. കഥനഹ അസി കഥനാസി എന്ന് പറഞ്ഞു പോവോ? കഥനഹ അഫി കഥനോഫി. അതെ അല്ലേ? ആ. അത് സംശയം തോന്നി. ആ, അതെ. മുമ്പത്തെ കിട്ടിയോ? ആശാഫാനാം ഏതത് അപരാധന മാത്രം. അഭിസംരാധന മാത്രം. അങ്ങനെ 3 വാക്കായിട്ട് പഠിച്ചിട്ട് ഒന്നിച്ച് വായിച്ചോളൂ. ആശാഫാനാം ഏതത് അഭിസംരാധന മാത്രം. അപ്പഴേ കിട്ടുള്ളൂ. അഭിസംരാധന മാത്രം. കിട്ടിയില്ലേ? കിട്ടി കിട്ടി കിട്ടി. അത് ഞാൻ എഴുതിയില്ലായിരുന്നു, സാറ് പറഞ്ഞപ്പോ എനിക്കത് കിട്ടിയില്ല, ഞാൻ എഴുതി വെച്ചില്ല. അങ്ങനെ ചോദിച്ചാൽ മതി. അത് എഴുതി അത് ഒന്നും നിങ്ങൾ തന്നെ പറഞ്ഞ് ഉച്ചരിച്ച് ബോധ്യമായിട്ട് പോയാൽ മതി. ഈ ഗദ്യമായിട്ട് പദ്യം പോലെ നമുക്ക് എളുപ്പം ഓടിച്ച് തീർക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പതുക്കെ പോകുന്നത്. അത് പ്രാവശ്യം വായിച്ചവർക്ക് നിങ്ങളിലേക്ക് കിട്ടും. പരം അവിദുഷാം എന്നല്ലേ? അതെ. നമ്മളെ കാണുമ്പോ പരമവിദുഷാമെന്ന് വായിച്ചു പോകും. അതൊക്കെ ഞാൻ എഴുതി വെച്ചത്. പരമവിദുഷാം എന്നും ചേർത്ത് വായിക്കാം. ആർക്കെല്ലാം സംശയമുണ്ടോ? ഏവേതരവത് ഇഹ ഉപലക്ഷ്യം. എത്രാമത്തെ ശ്ലോകം? അടുത്ത് 9ാമത്തെ. ഏതേവരത് ബാലിശാന. ഏവ ഏവ ഇതരവദിത് ഇതരവത് ഇതരവത് ഉപരക്ഷിത. ഇഹ ഉപരക്ഷിത. അപചിത ഏവ ഇതരവത് ഇഹ അപചിത ഏവേതരവത് ഇഹോപരക്ഷിത. ഇതരവത് ഇഹ ഉപരക്ഷിത. അത്രയും കിട്ടിയ പിന്നെ കൂട്ടി ചേർക്കുമ്പോൾ ശരിയായിക്കോളും, തന്നെ ആയിക്കോളും. ആത്മരാമാണ മുനീന അനവരത പരിഗുണിത ഗുണഗണ പരമമംഗള അയന ഗുണഗണ കഥനോസ്യ. മുനീനാം ആത്മാരാമാണാം മുനീനാം അനവരത പരിഗുണിത ഗുണഗണ പരമമംഗള അയന അയന ഗുണഗണ കഥനോസ്യ. കിട്ടിയത് കിട്ടി. അവ്യതികരേണാണോ അവ്യതിരേഖേണെന്നാണോ? അവ്യതികരേണ. അവിടെ തെറ്റി എഴുതിയിട്ടുണ്ട്. രേഖേണാന്ന് എഴുതിയിട്ടുണ്ട്. അവ്യതിരേഖേണാണ്. അവ്യതികരേണ. വ്യതികരം മറവ്, അവ്യതികരേണ മറവില്ല. ഓക്കെ സാർ, അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചു. അത് തെറ്റിപ്പൊന്നല്ലേ.
സംശയങ്ങൾ തീർന്നെങ്കിൽ ഉപസംഹരിക്കാം. പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ. നമസ്തേ. നമസ്തേ സർ.